നമസ്കാരം ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. എന്താണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉള്ളവർക്കാണ് അത് ഉപകാരപ്പെടുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേര് കേൾക്കുന്ന പോലെ തന്നെ ഈ ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ഫണ്ടാണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ തരങ്ങളനുസരിച്ച് അവ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെക്യൂരിറ്റിയിൽ നിക്ഷേപിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനമായും അവ നിക്ഷേപിക്കും. എന്നിട്ട് നല്ല സ്റ്റോക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് നിക്ഷേപിച്ച് അതിൽ കിട്ടുന്ന ഒരു ലാഭം ഈ പറഞ്ഞതുപോലെ പ്രൊപ്പോർഷണലായിട്ട് ഫണ്ട് മാനേജർ കമ്മീഷനും ബാക്കിയുള്ള എക്സ്പെൻസും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു ഡിവിഡൻ്റായിട്ടോ ഒരു ഗ്രോത്ത് ഫാക്ടറായിട്ടോ NAV ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇക്വിറ്റീസിന് പകരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസിന് പകരമോ ഗോൾഡോ ഇക്വിറ്റിയോ അങ്ങനെയുള്ള പല ഡെപ്റ്റ് ഫണ്ട്സ്, ബോൺഡ്സ് ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിന് പകരം ഇതിൻ്റെ അകത്ത് ഉള്ള കോമ്പണൻ്റ് എന്ന് പറയുന്നത് മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്. അതായത് ഈ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലാണ്. അപ്പോൾ ഇങ്ങനെ ഫണ്ട് ഓഫ് ഫണ്ട്സിനെ നമ്മൾ സാധാരണ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാറുള്ളത്, രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഒന്ന് ഫെറ്റേഡ് ഫണ്ട്സ് ആണ്, അടുത്തത് അൺഫെറ്റേഡ് ഫണ്ട്സ് ആണ്. അപ്പോൾ ഫെറ്റേഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് അവർ നിക്ഷേപിക്കുന്നത് അവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ഒരു ആദിത്യ ബിർള എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ ഫണ്ട് ഓഫ് ഫണ്ട്സ് നടത്തുകയാണ്. അപ്പോൾ അവർ നിക്ഷേപിക്കുന്നത് ഒരു ഫെറ്റേഡ് ഫണ്ട്സിലാണ്. ഫെറ്റേഡ് വേ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അവർ ആദിത്യ ബിർളയുടെ തന്നെ പലതരത്തിലുള്ള ഫണ്ട് ഉണ്ടാവും. മിഡ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് ഫണ്ട്, വേറെ എന്തെങ്കിലും എന്താ പറയുക IT ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ നിക്ഷേപിക്കും. അതായത് ആ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റ്സ് തന്നെ ഇവർ വാങ്ങും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇവരെടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ലാഭം ലഭിക്കും. അപ്പോൾ അൺഫെറ്റേഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, മികച്ച പെർഫോമൻസ് നൽകുന്ന പല പല കമ്പനികളുടെ, അപ്പോൾ ആദിത്യ ബിർളയാണെങ്കിൽ ആദിത്യ ബിർളയുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് അവ ആദിത്യ ബിർളയുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമല്ല, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെയോ അല്ലെങ്കിൽ റിലയൻസിൻ്റെയോ SBIയുടെയോ വേറെ ഏത് മികച്ചതെന്ന് തോന്നുന്ന ഏത് ഫണ്ടുകളിലും നിക്ഷേപിക്കും. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് എന്നോ, ഗോൾഡ് ഫണ്ട്സ് എന്നോ, ഫോറിൻ ഓർ ഇൻ്റർനാഷണൽ ഫണ്ട്സ് എന്നോ, ETF ഫണ്ട്സ് എന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇതിൻ്റെ അകത്ത് ഫോറിൻ ആൻഡ് ഇൻ്റർനാഷണൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ പുറത്തുള്ള, ഇന്ത്യയുടെ വെളിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും യൂണിറ്റുകൾ നിക്ഷേപിക്കും. അപ്പോൾ ഇൻഡയറക്ട്ലി നമ്മുടെ നിക്ഷേപങ്ങൾ ഇൻ്റർനാഷണലി ഒരു എക്സ്പോഷർ കിട്ടും. അപ്പോൾ ഇന്ത്യയിലെ മാത്രം മാർക്കറ്റ് വേരിയേഷൻ അനുസരിച്ച് മാത്രമല്ല നമുക്ക് റിട്ടേൺസ് ലഭിക്കുക. അഥവാ കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യ വേറെ ഏതെങ്കിലും രാജ്യം നമ്മൾ യുദ്ധമുണ്ടായി താഴേക്ക് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ മാർക്കറ്റ്സിനെ അത് ബാധിച്ചോളണം നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ നിക്ഷേപങ്ങൾ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടായിരിക്കും. US ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതും കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള പലതരത്തിലുള്ള ഫണ്ട് ഓഫ് ഫണ്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ച് നമ്മുടെ ചോദ്യം, ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് എടുത്തുകൊണ്ട് എന്താണ് ഇപ്പോൾ പ്രയോജനം? ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇത് പോരാത്തതിന് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനവും കൂടെ വന്നിട്ട് നമുക്കിപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒന്ന്, നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പം റിലയൻസിൻ്റെയോ അല്ലെങ്കിൽ ആദിത്യ ബിർളയുടെയോ SBIയുടെയോ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫണ്ട് മാനേജേഴ്സിൻ്റെ, ആ ഒരു കമ്പനിയുടെ പോളിസി എന്താണോ ഫണ്ട് മാനേജേഴ്സിന്, അത് മാത്രമേ ബാധകമാകൂ. മറ്റുള്ള ഒരു ഓവറോൾ സ്ട്രാറ്റജി ഒന്നും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകില്ല. അതേസമയം ഇപ്പോൾ അൺഫാറ്റഡ് മെത്തഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ വാങ്ങിക്കുന്നത് കുറച്ച് റിലയൻസിൻ്റെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും, മറ്റത് ആദിത്യ ബിർളയുടെ ആയിരിക്കും, SBIയുടെ ആയിരിക്കാം, LICയുടെ ആയിരിക്കാം. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സിൻ്റെ അകത്തുനിന്ന് അവരുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ നിന്നുള്ള പ്രയോജനവും ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അതായത് പലതരത്തിലുള്ള ഫണ്ട് മാനേജേഴ്സിൻ്റെ എക്സ്പെർട്ടൈസും കോമ്പിറ്റൻസിയും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഫണ്ട് ഓഫ് ഫണ്ട്സിൽ നിക്ഷേപിക്കുന്നവരോട് ലഭിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഫണ്ട് ഓഫ് ഫണ്ട്സ്, അതായത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് നിക്ഷേപം റിസ്ക് താരതമ്യേന കുറവായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഓൾറെഡി നമുക്കറിയുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും കുറവായിരിക്കും. റിസ്ക് കുറവാണ്, റിട്ടേൺസ് വളരെ കുറവാണ്.
അതാണ് ജനറലി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ മുകളിലുള്ള ഒരു നിക്ഷേപം, നമ്മൾ മ്യൂച്വൽ ഫണ്ട് തന്നെ വാങ്ങിച്ച് വേറൊരു മ്യൂച്വൽ ഫണ്ടിനകത്ത് നിന്ന് എടുക്കുമ്പോൾ, അപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ട് വേണമെന്നുള്ളതും നമ്മുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് മാനേജർ തിരഞ്ഞെടുക്കും, ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ 2 തരത്തിലുള്ളൊരു സ്ക്രീനിങ് നടന്നതുപോലെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് താരതമ്യേന കുറവിൽ നിന്നും കുറവിലേക്ക് എത്തും. അതേസമയം വോളറ്റിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. വോളറ്റിലിറ്റി വളരെ കുറവുമായിരിക്കും. കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഫണ്ടുകൾ 2 തരത്തിലുള്ള സ്ക്രീനിങ് നടന്നു, 2 തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ നടക്കുന്നത് കൊണ്ട് വോളറ്റിലിറ്റി, ഇതിൻ്റെ മൂവ്മെൻറ്റ്സും വളരെ കുറവ് തന്നെയായിരിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, മൂവ്മെൻറ്റ്സ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസും കുറവായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിൽ വെച്ചേക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് ചെയ്യുന്ന ഒരു 100% മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അകത്ത് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ യൂണിറ്റുകൾ വാങ്ങിച്ച് സൂക്ഷിക്കണമെന്ന് വലിയ നിർബന്ധമില്ല. ഒരു 10-15 മുതലായ 1% ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട്സിലോ ഉള്ള ഡയറക്റ്റ് നിക്ഷേപങ്ങൾ നടത്തുന്നവയും ഉണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റി കുറഞ്ഞിരിക്കും, റിസ്ക്കും വളരെ കുറവായിരിക്കും. പിന്നെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനികളെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സിനെ ഒന്നും അവർ എംപ്ലോയ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഓൾറെഡി ഇവരെടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളൊക്കെ തന്നെ അവിടെ നല്ല കഴിവുള്ള ഫണ്ട് മാനേജേഴ്സിനെ അല്ലെങ്കിൽ അനലിസ്റ്റിനെയും റിസർച്ച് അനലിസ്റ്റിനെയും ഒക്കെ ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് നടത്തുന്നവർക്ക് താരതമ്യേന കുറവായിരിക്കും. അടുത്തതായി ഇതിൻ്റെ എന്താ പറയുന്നത് ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട്, ഇതിൻ്റെ ഒരു ഗുണമില്ലായ്മയായിട്ട് നമ്മൾ പറയാറുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 തരത്തിലുള്ളൊരു സ്ക്രീനിങ് അഥവാ 2 തരത്തിലുള്ള ഫണ്ട് മാനേജേഴ്സിൻ്റെ കമ്മീഷൻ ഇതിൻ്റെ അകത്ത് നിന്നും എടുക്കപ്പെടും. കാരണം ഒറിജിനലി മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്തു നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫണ്ട് മാനേജർ കമ്മീഷനും അതുപോലെയുള്ള ഒരു എക്സ്പെൻസും ഒക്കെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ലഭിക്കുന്നതിൻ്റെ അകത്തു നിന്നും വീണ്ടും ഫണ്ട് ഓഫ് ഫണ്ട്സിൻ്റെ എക്സ്പെൻസും കൂടി ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് നാരോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ദോഷം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് ഓഫ് ഹോൾഡിങ്സ് ആണ്. ഹോൾഡിങ്സിൻ്റെ ഒരു ഓവർലാപ്പിംഗ്, അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സ് ആദിത്യ ബിർളയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് എടുത്തു വന്നിരിക്കട്ടെ, അതേസമയം മറ്റൊരു കമ്പനിയുടെ റിലയൻസിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടും ഈ ഫണ്ട് ഓഫ് ഫണ്ട്സിലുണ്ടെന്നിരിക്കട്ടെ. ഈ ആദിത്യ ബിർളയിലുള്ള കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്തുള്ള കമ്പനി ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതേ കമ്പനി തന്നെ റിലയൻസിലും ഉണ്ടെങ്കിൽ ഈ കമ്പനിയുടെ വില താഴേക്ക് പോയാൽ ഇരട്ടി ആഘാതമാണ് ഈ പറഞ്ഞ ഫണ്ട് ഓഫ് ഫണ്ട്സിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഏൽപ്പിക്കുക. അടിയുടെ മുകളിൽ ഇടി എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാവും. അപ്പോൾ ഈ ഓവർലാപ്പ് ഹോൾഡിങ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഓൺ ഓവർലാപ്പ് ഹോൾഡിങ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ ഒരു ഡ്രോബാക്ക് ആയിട്ട് പലപ്പോഴും കരുതാറുണ്ട്. അപ്പോൾ ബോട്ടം ലൈൻ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് എങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാമെന്നുള്ളതാണ്. ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 തീരെ റിസ്ക് എടുക്കാൻ റെഡിയല്ലാത്ത ആർക്കും ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാം. ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാം. കാരണം റിട്ടേൺസ് കുറവായിരിക്കും, റിസ്ക്കും വളരെ കുറവായിരിക്കും. ഫിനോമിനൽ റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ചില സ്റ്റോക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ 1980 ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നിക്ഷേപിച്ചാൽ ഇന്ന് ഇത്ര കോടിയായി മാറി. അതുപോലത്തെയുള്ള ഒരു ഫിനോമിനൽ റിട്ടേൺസ്, കോമ്പൗണ്ടിങ് റിട്ടേൺസ് ഈ ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്കീമിന് സാധാരണയായി ഉണ്ടാകില്ല എന്നാണ് നമ്മൾ താത്വികമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ റിസ്ക് വളരെ കുറഞ്ഞ് ഉള്ളവർക്ക് ഫണ്ട്സ് എക്സസ് ഫണ്ട്സ് ആയിട്ടോ അതെവിടെയെങ്കിലും ലോഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു നല്ല ഒരു ഉപായമാണ്. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.